തന്ത്രി ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ആളാണ്. ഈ പറഞ്ഞ പോലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് മാനുവലിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദേവസ്വം മാനുവൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തമായ വിഷയങ്ങളില്ലാത്തടത്ത് ഇനിയും നാളെയും ഈ പറഞ്ഞ പോലെ ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ഒരു തന്ത്രി ഒരു ശമ്പളക്കാരനല്ല, ഒരു സാധാരണ ശാന്തിക്കാരനെ പോലെ ഒന്നും തന്ത്രി ശമ്പളക്കാരനല്ല. എന്നാൽ ആ ഏത് ക്രിയയുണ്ടോ ആ ക്രിയയുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാൻ പറ്റും. ഇനിയും 1998 എന്നാണ് ഇത് പൂശിയ സമയത്ത് അനുജ്ഞ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. കോടതി വിഷയമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കായാലും സത്യം തെളിയണം, നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇക്കണക്കിന് പോയാൽ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് ഒരു കല്ലും നെല്ലും തിരിയണം. അതായത് ആചാരങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ട ഒരാളെ ബലി കഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരനെയോ ബലി കഴിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരൊക്കെ പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പണ്ടായാലും ഗുരുവായൂർ കേസിൽ രത്നാകര കേസിൽ പോലും തന്ത്രിയോ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചെങ്കിലും പിന്നെ അത് കിണറ്റിൽ കിടന്ന് കിട്ടി. അപ്പോൾ ഇന്ത്യൻ ഇത് വെച്ചിട്ട് ഭാരതീയ സംഹിത വെച്ചിട്ട് നിയമസംഹിത വെച്ചിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇപ്പോൾ 10 ദിവസം അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങളോ മറ്റങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയായാലും പിന്നീട് നമുക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം അതുപോലെ ചാനൽ ചർച്ചയിലായാലും എന്തായാലും ഇതിനെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ആചാര്യ പറയുക 1890 പോലും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ശാന്തി കഴിച്ചതിൻ്റെ വിഷയങ്ങളുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു CBI അന്വേഷണം തന്നെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ആ വിവരമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.